ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? റാപ്പ് സ്റ്റുഡിയോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ കണ്ട പോലെ നമ്മൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ്. അങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ ഞെട്ടിക്കത്തായിരുന്നു അവിടുത്തെ ഒരുക്കങ്ങൾ. കുറേ ദൂരത്തേക്ക് ഈ പൂക്കൾ കൊണ്ടുള്ള മാല തീർത്ത് ഒരു ആർച്ച് പോലെ ഫുള്ള്, അതിനിടയ്ക്ക് നിറയെ കുരുത്തോലകൾ, എല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കീർത്തനമുള്ള ആംബിയൻസ്, ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതാണെങ്കിലും കുറേ ദൂരമുണ്ടത്. ഇനി അങ്ങോട്ടുള്ള ഓരോ കാഴ്ചകളും നിങ്ങളെ വീണ്ടും വീണ്ടും ഞെട്ടിക്കും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആൾക്കാരായിരുന്നു. ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ആൾക്കാർ. അവിടെ വരുന്ന ഓരോരുത്തരും ഈ ക്യൂ കൊണ്ട് എനിക്കൊന്ന് അവിടെയുള്ള ആൾക്കാരാണ് ഈ ക്യൂ കൊണ്ട് ഞെട്ടുകയാണ്. കുറച്ച് നേരം ഞാൻ ആലോചിച്ചു കയറണോ വേണോ അത് ഉച്ചയ്ക്കാവണോ എന്നൊക്കെ. പക്ഷേ രണ്ടും കളിപ്പിച്ച് ഞാൻ ക്യൂ കയറി നിന്ന്. അങ്ങനെ നിന്ന് അവളവിടെ കയറി ഇരിക്കും കേട്ടോ. കാരണം വെച്ചാൽ അവൾക്ക് ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരുന്നോ, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രധാന കവാടം എത്താറായപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇങ്ങ് പോര്. അങ്ങനെ അവൾ വന്ന് ഞങ്ങൾ ഒന്നിച്ച് ക്യൂ സ്റ്റാർട്ട് ചെയ്തു. ഈ വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്താ നിങ്ങൾക്ക് അറിയാമോ? എനിക്കും അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു. ഇതൊരു വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അവണയാട്ടുകളരി. ഒട്ടനവധി ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുണ്ട്. ആദിയോഗി മഹാദേവനാൽ മായാകുളിവാകയായ പാർവതി ദേവിയിലെ കലിയുഗ കൺമർഷങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് അവതാരപ്പിറവി കൊണ്ടിട്ടുള്ള ഒരു മൂർത്തിയാണ് വിഷ്ണുമായ. അതോടൊപ്പം തന്നെ ബൃങ്കാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവചൈതന്യത്തെ മായ കൂളിവകയായ പാർവതി ദേവി പ്രസവിച്ചത്. അതോടൊപ്പം തന്നെ വളർത്തമ്മയായിട്ടുള്ള കൂളികുന്തവനത്തിൽ വളർത്തമ്മയായിട്ടുള്ള കാനനവാസിയായിട്ടുള്ള കൂളിവായ്ക്ക് ഏൽപ്പിച്ചിട്ടാണ് തിരികെ പോകുന്നത്. അങ്ങനെ നമുക്കൊരു ചെറിയൊരു ഇതിനകത്ത് തീർക്കാൻ പറ്റുന്നൊരു വിഷയമല്ല ഇത് വിഷ്ണുമായ എന്ന് പറയുന്നത്. ഞൊടിക്കുള്ളിൽ 100,000 കോടി വേഷങ്ങൾ മാറാൻ കഴിയുന്നതും, അതുപോലെ തന്നെ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതായിട്ടുള്ള ഒരു മൂർത്തിയെ അറിഞ്ഞ് ആരാധിക്കണം എന്നുള്ളതാണ് പൂർവികർ പറയുന്നത്. കാരണം കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്നൊരു മൂർത്തിയല്ല. അപ്പം അദ്ദേഹത്തെ അറിഞ്ഞു പഠിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ 7 തലമുറയ്ക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങൾ സ്വാമി ചെയ്തുതരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ അവണയാട്ടുകളരി. പ്രദേശവാസിയായ വിഷ്ണുമായ ഭക്തനായ ബിരാജേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായത്. വിഷ്ണുമായ എന്നൊരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിൽ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെന്നും നമ്മൾ അറിഞ്ഞു വിളിച്ചാൽ ആ ദൈവം വിളി കേൾക്കുമെന്ന ഒരു നോളജ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതനുസരിച്ചാണ് ഇത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ ബിരാജേട്ടനെ കാണുന്നതിന് മുന്നേ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ നാട്ടിലുള്ള ആനന്ദക്കുട്ടൻ, അതായത് ഞങ്ങൾ നന്ദുചേട്ടനെ വിളിക്കുന്ന ഒരു ചേട്ടനുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയി ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കാരണം പുള്ളി കഴിഞ്ഞ 3-4 വർഷമായിട്ട് വിഷ്ണുമായയുടെ ഒരു വലിയൊരു ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഇതുപോലെ കുറേ അറിവുകൾ കിട്ടിയിരുന്നു. ഇന്നിവിടെ നേരിട്ട് വന്ന് അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം അത്രയ്ക്ക് ആൾക്കാർ ശരിക്കും ഞെട്ടിപ്പോയി. അതുപോലെ അവിടെ അത് അലങ്കരിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു ക്ഷേത്രമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി ചെറുതല്ല. ക്ഷേത്രത്തിൻ്റെ മറ്റേ വലിപ്പമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ശക്തി. അത്ര ശക്തികളുകൊണ്ടാണ് ഇത്ര ആൾക്കാർ അവിടെ വന്നെത്തിയത്. ഇപ്പൊ നമ്മള് വിഷ്ണുമായ ക്ഷേത്രത്തിൽ വന്നേക്കാണ്. ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങളൊരു 10:15 ആയപ്പോ വന്നു. ഇപ്പൊ സമയം 12:24 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും തൊഴുതിറങ്ങിയത്. എന്നിട്ട് നമുക്ക് മര്യാദയ്ക്ക് തൊഴാനൊന്നും പറ്റിയില്ല. നമ്മൾ ഉത്സവമാണെന്ന് അറിഞ്ഞിട്ടല്ല ഇവിടെ വന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഉത്സവമായിരുന്നു. അതിന്റെയാണ് ഇവിടെ ഇങ്ങനെ അലങ്കാരപ്പണികളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. എന്താ പറയാ, ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തൊഴാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കഴിഞ്ഞ 3 വർഷം മുമ്പാണ് ഞാൻ വിഷ്ണുമായയെ പറ്റി കേൾക്കുന്നതും അന്നു മുതലുള്ള ആഗ്രഹമാണ് ഈ അമ്പലത്തിൽ വരണമെന്നുള്ളതും. അങ്ങനെ ഇന്നാണ് വരാൻ സാധിച്ചത്. വന്ന ദിവസം എന്ന് പറയാൻ സത്യം പറയാൻ നല്ല ദിവസമാണ്. കാരണം വെച്ചാൽ ഈ ഇവിടുത്തെ വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു മഹോത്സവം നടക്കുന്നൊരു ദിവസമാണ്. സത്യം പറയുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇവിടെ വരാനും ഇത്ര വലിയൊരു ചടങ്ങിനകത്ത് പങ്കെടുക്കാനും ആ സമയത്ത് നമുക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചു നമ്മൾ ഭാഗ്യമായിട്ട് ഞാൻ കാണപ്പെടുന്നു. എനിക്ക് ഈ 3 വർഷത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇവിടെ വരാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. തൊഴുത് ഞങ്ങൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്നുള്ള യാത്ര നേരെ ഗുരുവായൂർക്കാണ്. അപ്പോൾ ഗുരുവായൂർ വെച്ച് കാണാം. ബൈ, താങ്ക് യു.